നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ അപ്രതീക്ഷിതമായി താമര വിരിഞ്ഞു. ഇതൊരു അത്ഭുതമായാണ് കണക്കാക്കപ്പെടുന്നത്. ഉത്തരേന്ത്യൻ മോഡലിലുള്ള ഓപ്പറേഷൻ താമരയായി നമ്മുടെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നു. ആകെയുണ്ടായിരുന്ന 24 സീറ്റിൽ വെറും 4 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP മറ്റത്തൂരിൽ ഭരണം പിടിക്കുമ്പോൾ ഓപ്പറേഷൻ താമര എന്നല്ലാതെ എങ്ങനെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും? ആകെയുള്ള 24 സീറ്റിൽ 10 സീറ്റുകൾ LDFിനും 8 സീറ്റുകൾ UDFിനുമാണ്. 4 സീറ്റ് BJPക്കും 2 സീറ്റുകൾ സ്വതന്ത്രനും. സ്വതന്ത്രരിൽ ഒരാൾ കോൺഗ്രസ് വിമതനാണ്. കേവല ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് കോൺഗ്രസ് വിമതനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി ഭരണം പിടിക്കാനായിരുന്നു LDFിന്റെ നീക്കം. ഈ നീക്കത്തെയാണ് നാടകീയമായ ഓപ്പറേഷൻ താമരയിലൂടെ ഇന്നലെ മറ്റത്തൂറുകാർ പൊളിച്ചടുക്കിയത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിൽ ഇക്കുറി LDFിനും UDFിനും കേവല ഭൂരിപക്ഷം കിട്ടാത്ത അനേകം പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ ഒത്തുതീർപ്പിലൂടെയും നറുക്കെടുപ്പിലൂടെയും ഒക്കെ ഭരണം LDFോ UDFോ കൊണ്ടുപോകുന്നെങ്കിലും പലയിടങ്ങളിലും ഭരണം അനിശ്ചിതത്വത്തിലാണ്. LDFിനും UDFിനും BJPയെ കൂട്ടുചേർക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ പ്രത്യേകമായി മത്സരിക്കുന്നത് കൊണ്ടാണ് പലയിടത്തും ഭൂരിപക്ഷമില്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം തീരുമാനിക്കപ്പെടുന്നത്. 3 പഞ്ചായത്തുകളിൽ UDFിന് വോട്ട് ചെയ്തുകൊണ്ട് LDFിനെയും BJPയെയും അകറ്റി നിർത്താൻ SDPI നീക്കം നടത്തിയിരുന്നു. UDF ഒരു തരത്തിലുള്ള ചർച്ചകളും നടത്താതെ ഒരാവശ്യവും ഉന്നയിക്കാതെയാണ് ഇത്തരത്തിൽ SDPI പിന്തുണച്ചത്. എന്നാൽ SDPIയുടെ പിന്തുണ ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോടും പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങലും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് രാജിവെക്കേണ്ടി വന്നു. SDPIയുടെ ചേർന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് വന്നാൽ അത് സ്വാഭാവികമായും ഭൂരിപക്ഷ വോട്ടിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദോഷമായി ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് നേരിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് SDPI നിബന്ധനകളൊന്നുമില്ലാതെ പിന്തുണച്ചിട്ടും പല പഞ്ചായത്തുകളിലും പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജിവെച്ചത്. അങ്ങനെ SDPI പൂർണ്ണമായി അകറ്റി നിർത്തുമ്പോഴാണ് മറ്റത്തൂരിൽ ഞെട്ടിക്കുന്ന ഓപ്പറേഷൻ താമര നടന്നതെന്ന് ഓർക്കണം. എന്തിന് SDPIയുടെ പേര് പറയുന്നു? കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 ഒഴിവാക്കുന്നതിന് വേണ്ടി LDFും UDFും അതായത് CPMും കോൺഗ്രസും ഒരുമിച്ച് സംയുക്ത സ്വതന്ത്ര മുന്നണി ഉണ്ടാക്കിയാണ് ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ആ മുന്നണിക്ക് 7 സീറ്റ് നേടാൻ കഴിഞ്ഞു. 14 സീറ്റ് നേടി. എന്നിട്ടും കിഴക്കമ്പലത്തെ ഭരണം നിലനിർത്താൻ 2020 കഴിഞ്ഞു. അത്രയും ശത്രുത 2020 ഉണ്ടായിട്ടും മറ്റു പലയിടങ്ങളിലും 2020 പിന്തുണച്ചത് UDFിനെയാണെന്ന് ഓർക്കണം. ഉദാഹരണത്തിന് പുത്തൻകുരിശ് പഞ്ചായത്ത്. പുത്തൻകുരിശ് പഞ്ചായത്തിൽ LDFിന് 8 സീറ്റും UDFിന് 7 സീറ്റും 2020 2 സീറ്റുമാണ്. പുത്തൃക്കയിൽ UDFിനും 2020 7 വീതമാണ്. കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള എല്ലായിടത്തും 2020 പ്രധാനപ്പെട്ട എതിരാളി UDF ആണ്, LDF അല്ല. എന്നിട്ടുകൂടി LDFിന് എവിടെയെങ്കിലും വിജയസാധ്യതയുണ്ടെങ്കിൽ 2020 ഏകപക്ഷീയമായി പിന്തുണ കൊടുത്ത് LDFിനെ അകറ്റി നിർത്തി. അത്തരം രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾ നടക്കുമ്പോഴാണ് മറ്റത്തൂരിൽ ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. അതിന്റെ പിന്നിൽ എങ്ങനെയെങ്കിലും LDFിനെ അകറ്റി നിർത്തുക എന്ന UDFകാരുടെ മാത്രമല്ല നാട്ടുകാരുടെ മുഴുവൻ ആഗ്രഹത്തിന്റെ പ്രതിഫലനമുണ്ട് എന്ന് കണക്കാക്കേണ്ടി വരും. 2020 ഏതാണ്ട് 15 സീറ്റോടു കൂടിയാണ് മറ്റത്തൂർ LDF ഭരിച്ചിരുന്നത്. 5 സീറ്റ് UDFിനും 3 സീറ്റ് BJPക്കുമായിരുന്നു. എന്നാൽ പരമാധികാരത്തിന്റെ ഏറ്റവും ദുഷിച്ച ഉദാഹരണമായി മറ്റത്തൂർ പഞ്ചായത്തിലെ ഇടതു ഭരണം മാറി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യാരാജേന്ദ്രന്റെ ഭരണം പോലെയായിരുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ CPMന്റെ ഭരണം. അവിടെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നിനും അനുമതി കൊടുത്തില്ല. അതുൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ BTech കഴിഞ്ഞിട്ട് ഒരു ഫാക്ടറി തുടങ്ങുന്നു. നിരവധി പേർക്ക് തൊഴിൽ കൊടുത്ത് ഒരു ബിസിനസ് സംരംഭകനാകാൻ ഇറങ്ങിയ അതുൽ കൃഷ്ണയെ CPMകാർ കെട്ടുകെട്ടിക്കുകയാണ്. ഫാക്ടറി തുടങ്ങി 14 ദിവസം കഴിഞ്ഞപ്പോൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. മാലിന്യ പ്രശ്നം ഉയർത്തിയായിരുന്നു അതുൽ കൃഷ്ണയുടെ സംരംഭത്തെ പൂട്ടിക്കെട്ടാൻ CPM ഭരിക്കുന്ന പഞ്ചായത്ത് രംഗത്തിറങ്ങിയത്. അതുൽ കൃഷ്ണ തളർന്നില്ല. പകരം മാലിന്യ പ്രശ്നമില്ലാത്ത ഒരു വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനം തുടങ്ങി വലിയ രീതിയിൽ കൊണ്ടുപോയി. മാത്രമല്ല പഞ്ചായത്തിന്റെ അഴിമതിക്കെതിരെ സമാനമായ മറ്റ് വിഷയങ്ങൾക്കെതിരെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനും അവയുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി ലോകത്തോട് പറയാനും രംഗത്തിറങ്ങി. അങ്ങനെയാണ് സംരംഭകനായ അതുൽ കൃഷ്ണ വ്ളോഗറായി മാറുന്നത്. ഒരു പഞ്ചായത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന ശക്തമായ ഇടപെടലായിരുന്നു അതുൽ കൃഷ്ണ നടത്തിയത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യമൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് അതുൽ കൃഷ്ണ ക്യാമറയുമായി പിന്നാലെ നടന്ന് ഒപ്പിയെടുത്തു.
മറ്റത്തൂർ പഞ്ചായത്തിലെ അഴിമതികളെല്ലാം തന്നെ അതുൽ കൃഷ്ണ തുറന്നു കാട്ടി. അതുൽ കൃഷ്ണ തന്നെ ആ പോരാട്ടത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പഠിച്ചുകൊണ്ടിരിക്കണ എനിക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുന്ന ആഗ്രഹം. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഞാൻ ഒരു 20 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോളിഡ് ബ്ലോക്കിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി ഒരു 12ാമത്തെ ദിവസമായിപ്പോ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് വന്നു, സ്റ്റോപ്പ് മമ്മയാണ് ഇനി തുടങ്ങരുത്, ഇപ്പൊ എന്നെ നിർത്തണം എന്ന് പറഞ്ഞു. നമ്മളപ്പോ തന്നെ നിർത്തി. കാരണം പൊല്യൂഷൻ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ ഇതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം സിവിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ നോളജ് 0 ആണ്. ഇന്ന് 178 കുട്ടികളോട് പഠിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ആരും ഇതൊരു കട്ട കമ്പനിയാന്ന് പറയരുത്. ആ രീതിയിൽ അടിമുടി മാറ്റി. പിന്നെ എനിക്കൊരു വാശി, ഇവരെല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് നോക്കണവരാണ്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ ഇവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഒരു 3 ആഴ്ച മുന്നാണ് സംഭവം. അവിടെ പോയിപ്പോ ഒരു നട വേസ്റ്റ് കൊണ്ടിട്ടേക്കാണ്. നമ്മുടെ വീട്ടില് ഇവരൊക്കെ വന്നിട്ടേ മുട്ടേരെ തൊണ്ട് പൊടിച്ച് കളയണമെന്ന് ഇവര് പറയാ. കാരണം അതിൽ വെള്ളം കെട്ടി കൊതുക് വരും. ഇവര് ടൺ കണക്കിന് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് അവിടെ കൂട്ടിയിട്ടേക്കണത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതൊരു വീഡിയോ ആക്കി ഇടാം. അന്ന് തന്നെ ആ വീഡിയോ ആക്കി ഇട്ടു. 1 ലക്ഷം പേര് അത് കണ്ടു. പിന്നെ ഇവിടെ പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ പ്രശ്നം, പിള്ളേർക്കൊന്നും ട്രോഫി ഒന്നും കിട്ടിയില്ല. പിള്ളേർ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ചെയ്യാട്ടാന്ന് പറഞ്ഞു. ആ വീഡിയോ ചെയ്തു. ഹരിതകർമ്മസേനയുടെ കുറച്ച് വണ്ടികൾ ഇവർ വാങ്ങിച്ചു. 15 ലക്ഷം രൂപയ്ക്ക് 3 വണ്ടി ഒരുമിച്ച് വാങ്ങിച്ചു. ഒരു വണ്ടി എനിക്കൊരു കാട്ടിന്ന് കിട്ടി. ഒരു മെഗാ സീരിയൽ നടക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. ഈ അതുൽ കൃഷ്ണ രാഷ്ട്രീയക്കാരൻ അല്ലാതിരുന്നിട്ട് കൂടി ഇക്കുറി BJP പാനലിൽ മത്സരിച്ച് അവിടെ വിജയിച്ചു. അതുൽ കൃഷ്ണ ഇളക്കിവിട്ട ആ ജനകീയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ 8 പേരും രാജിവെച്ച് BJP പിന്തുണയോടെ മത്സരിച്ച പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ടെസി ജോസ് എന്ന സ്വതന്ത്രനെ പിന്തുണച്ചത്. ടെസി ജോസ് വാസ്തവത്തിൽ അതുൽ കൃഷ്ണയുടെ വിപ്ലവത്തിന്റെ പങ്ക് ചേർന്നുകൊണ്ട് BJP-കാരിയായി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസിലെ 8 മെമ്പർമാരും പാർട്ടി പദവിയിൽ നിന്നും രാജിവെച്ച് പിന്തുണച്ചതിന് തൊട്ടു പിന്നാലെ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഈ പ്രത്യേക വിപ്ലവത്തിലൂടെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഭരണം BJP പിടിച്ചെടുക്കുകയായിരുന്നു. BJP-ക്ക് ഒരു സ്വാധീനവും ഇല്ലാത്തിടത്ത് വാസ്തവത്തിൽ ഇങ്ങനെയൊരു ഭരണമാറ്റം ഉണ്ടാവാൻ പ്രധാന കാരണം അതുൽ കൃഷ്ണ തന്നെയാണ് എന്ന് തീർച്ച. ഒരു ഭരണകൂടം ഒരു നാടിന് ശാപമായി മാറിയാൽ, ആ നാടിന് സ്വാസ്ഥ്യം കെടുത്തിയാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ തെളിവാണിത്. ഒരുപക്ഷെ മറ്റത്തൂർ മോഡൽ നാളെ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആവർത്തിക്കപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. സാധാരണ മനുഷ്യരുടെ നിലപാടിനൊപ്പം നിൽക്കുമ്പോൾ മറ്റു പാർട്ടിയിൽപ്പെട്ടവർക്കാണെങ്കിൽ പോലും ആ പാർട്ടി ഉപേക്ഷിച്ച് ആ നിലപാടിന് കൈകൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. മറ്റത്തൂർ മോഡലിനെ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല CPM-ഉം ഭയപ്പെടേണ്ടി വരും. ഇത് കേവലം ഉത്തരേന്ത്യൻ മോഡലിലുള്ള ഓപ്പറേഷൻ താമരയല്ല. നേരെ മറിച്ച് ജനഹിതത്തിന് അനുസൃതമായി CPM എന്ന ഭീകര പാർട്ടിയെ മാറ്റി നിർത്താനുള്ള ഒരു ജനകീയ ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി നാട് ഭരിച്ചാൽ ഈ നാടിന് ആപത്താണെന്ന് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ ഭിന്നതകൾ മറന്നുകൊണ്ട് ജനങ്ങൾ ബദൽ വഴി തേടിപ്പോകുന്നതിന് ഉദാഹരണമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ സത്യപ്രതിജ്ഞ പൂർത്തിയായെങ്കിലും ഇത്തരം നാടകീയമായ നീക്കങ്ങളും മാറ്റങ്ങളും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ.